അസ്സലാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് പ്രകൃതി സംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനത്തെയും പറ്റിയാണ്. ഇന്ന് നമുക്കുള്ള നിയമങ്ങളും സംവിധാനങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന് മതിയാവാതെ വരുന്നുണ്ട്. നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ടോ എന്നതാണ് പ്രശ്നം. പലപ്പോഴും വേലി തന്നെ വിളവ് തിന്നുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരു രാജ്യത്തെ മാത്രമല്ല, ലോകത്തെമ്പാടും അതിൻ്റെ അലയൊലികൾ ദൃശ്യമാണ്. വൈവിധ്യമാർന്ന ജീവി ഘടകങ്ങൾ അധിവസിക്കുന്നതാണ് നമ്മുടെ പ്രകൃതി. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും ഉപഭോഗവും കൂടാതെ ജീവികൾക്ക് നിലനിൽക്കാനാവില്ല. സസ്യജന്തുജാലങ്ങൾ അടങ്ങിയ പരിസ്ഥിതിയിൽ ജീവൻ്റെ നിലനിൽപ്പിനാവശ്യമായ വിഭവങ്ങളും ധാരാളമുണ്ട്. ഈ പ്രകൃതി വിഭവങ്ങളെ വേണ്ടവിധം സംരക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലിതത്തിന് കോട്ടം തട്ടും. എന്നാൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതി പലവിധത്തിലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മനുഷ്യവാസമായ ഓരോ ഇടവും രൂക്ഷമായ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കേന്ദ്രമായി മാറുകയാണ്. നഷ്ടപ്പെട്ടു പോയ ഭൂതകാല നന്മകൾ ഓർത്ത് വിലപിക്കാതെ പ്രകൃതി സംരക്ഷണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഉതകുന്ന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന എന്നതാണ് പ്രധാനം. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ വശം നമ്മുടെ മാലിന്യങ്ങളുടെ അമിതമായുള്ള ഉപയോഗമാണ്. മാലിന്യങ്ങളും വിസർജനങ്ങളും നാട്ടിലുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അവയെ വേണ്ട വിധത്തിൽ സംസ്കരിക്കുകയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് തീരുമാനിക്കേണ്ടത്. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും അറേബ്യൻ നാടുകളിലും ഇത്തരം മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദവും വിജയപ്രദവുമായി നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം അത് ഫലപ്രദമാകുന്നില്ല. മാലിന്യം സംസ്കരിച്ച് അതിലൂടെ ഊർജവും വളവും ഉൽപ്പാദിപ്പിക്കാനാവുന്ന ആധുനിക സാങ്കേതികവിദ്യ ഇന്നുണ്ട്. എന്നാൽ അതെല്ലാം നടപ്പിലാക്കാൻ രാഷ്ട്രീയമായ ഇച്ഛാശക്തികൾ താൽപ്പര്യവും ആവശ്യമാണ്. യഥാവിധി മാലിന്യം സംസ്കരിക്കാനും അതിൽ നിന്ന് ഉപോത്പന്നങ്ങളായ ഊർജവും ജൈവവളവും ഉൽപ്പാദിപ്പിക്കാനാകും. നമുക്ക് ഇതിന് കഴിഞ്ഞാൽ അത് വിപ്ലവകരമായ മാറ്റങ്ങൾ വഴിതെളിക്കും. ചെലവ് കൂടുതലാണെങ്കിലും ഫലപ്രദമായ വിധത്തിൽ മാലിന്യം സംസ്കരിക്കാനാകുന്നതാണ് രാജ്യത്തിനും ജനങ്ങൾക്കും ഏറെ ഗുണകരമാകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.